ടാസ്ക് വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണ്. ഈ ടാസ്ക് അവരെങ്ങനെ ചെയ്യുന്നു, ആരായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഈ പൊട്ടന്മാർക്ക് ഈ ടാസ്ക് ഒന്നും മനസ്സിലാവുന്നില്ലേ? അവരെല്ലാം ഇപ്പോഴും ഇപ്പൊ ലാലേട്ടൻ തന്നെ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, എന്നും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരേ കാര്യങ്ങൾ തന്നെയാണ് ഈ ചോദിക്കേണ്ടി വരുന്നത്. കട്ട് തിന്നത് എന്തിന്, കുളമാക്കിയത് എന്തിന്, നിങ്ങൾ ഇങ്ങനെ ചീത്ത വിളിച്ച് വഴക്കുണ്ടാക്കി എന്തിനാണ് പ്രതിഷേധിക്കുന്നത്? നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ കൂടെ ആ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തുകൂടെ? ഇതൊക്കെ തന്നെയാണ് എന്നും ലാലേട്ടൻ ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അനീഷിനോട് ഭയങ്കര സഹതാപം തോന്നി. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ, കഴിഞ്ഞ ആ ഒരു ഹോട്ടൽ ടാസ്ക് കണ്ടതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുകയായിരിക്കും ഇത്തവണ. ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞു, ഇത്തവണ എന്തായാലും അനീഷ് കുറച്ചും കൂടെ ഒരു കരുതൽ ഉണ്ടായിരിക്കും. മറ്റുള്ളവരിൽ നിന്ന് തനിക്ക് നല്ലോണം താൻ ചെയ്താലും മറ്റുള്ളവർ അംഗീകരിക്കില്ല എന്ന് പ്രതീക്ഷിച്ച് തന്നെ അനീഷ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. പക്ഷെ ശരിക്കും ഒരു ഭയങ്കരമായിട്ടൊരു ഒരു നല്ലൊരു കാര്യം, നന്നായിട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തെ എങ്ങനെ വികൃതമാക്കാം എന്നുള്ള രീതിയിലേക്ക് എല്ലാവരും, അതിനകത്ത് ഒരാളെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഇപ്പൊ നെവിനാണ് എല്ലാം ഇപ്പോഴും കട്ട് കഴിക്കുന്നത്, കട്ട് തിന്നുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നെവിൻ ഇതിന്റെ ഒരു പ്രധാന ഒരു കഥാപാത്രമായിരുന്നു. അതായത് ആ ഒരു ഓറഞ്ച് ജ്യൂസ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടറിയുടെ ഓണറാണ് നെവിൻ. എന്നിട്ട് അനീഷിന്റെ ഫാക്ടറി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കുപ്പിയിലെ ജ്യൂസ് മൊത്തം നെവിൻ കട്ട് കുടിക്കുന്നു. നെവിൻ മാത്രമാണോ? അക്ബറും ഷാനവാസും ഈ പറഞ്ഞ ബിന്നിയൊക്കെ കുറെ കൂടെ സീരിയസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ബിന്നി വരെ എല്ലാം കട്ട് കുടിച്ചും അലമ്പാക്കിയും മോഷ്ടിച്ചോണ്ട് പോകുന്നു. എന്തോ ഒരു ചീപ്പായിട്ടാണ്. ശരിക്കും എല്ലാവരും ഒരു കോൺട്രവേഴ്സിയിൽ എത്തിയിട്ടുണ്ട്. അതായത് അനീഷും അനുമോളും ആ ഒരു ഫാൻസിന്റെ ഇടയിൽ ഒരു ചെറിയ ക്ലാഷ് വന്നിട്ടുണ്ട്. അതായത് അനുമോൾ അങ്ങനെ ചെയ്തു, അനുമോളാണ് ഈ പ്രശ്നത്തിന് കാരണം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അനുമോള് എന്ത് പ്രശ്നമാണ് ചെയ്തതെന്ന് ഞാൻ പറയാം. അനുമോൾ പ്രശ്നം എന്ന് ഉദ്ദേശിക്കുന്നത് ആ ക്വാളിറ്റി ചെക്ക് വന്നപ്പോഴത്തേക്ക് റിജക്ട് ചെയ്തു എന്നുള്ളതാണ് അനുമോളിൽ ആരോപിക്കുന്ന ഒരു പ്രശ്നം. പക്ഷെ അതൊരു പ്രശ്നമല്ല. അനുമോൾക്ക് അത് കറക്റ്റ് ആയിട്ട് അപ്പം നോക്കുമ്പോൾ ജ്യൂസിന്റെ ആ ഒരു അടപ്പ് മുറുക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ജ്യൂസ് അത് ഓക്കെ അല്ല. അത് ക്വാളിറ്റി ചെക്ക് ചെയ്യുമ്പോൾ അത് റിജക്ട് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ അതിലൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു അഴുക്കോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ റിജക്ട് ചെയ്യാം. അതൊക്കെ റിജക്ട് ചെയ്തോട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ അനുമോളുടെ ആ ഒരു റിജക്ഷൻ, അത് അനുമോൾ ചെയ്തത് തെറ്റല്ല. പക്ഷെ എന്താണ് അനുമോളുടെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, അനുമോളും ജിഷിനും, ഞാൻ അനുമോളെ മാത്രം പറയുന്നില്ല, അനുമോളും ജിഷിനും രണ്ടുപേരുടെ അടുത്തേക്കും ഈ പറയുന്ന ബോട്ടിൽസ് വന്നപ്പോൾ അവര് അത് പ്രൊട്ടക്ട് ചെയ്ത് വെക്കണമായിരുന്നു. അതായത് മറ്റുള്ളവർ വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി ഈ പറയുന്ന ബോട്ടിൽസ് പിന്നെ അവർ കൊണ്ടുപോയി നശിപ്പിച്ചിട്ട് കൊണ്ടുവരിക, ഇതൊക്കെ ചെയ്യുന്നതിൽ അത് തടയേണ്ടത് ഈ പറയുന്ന ജിഷിന്റെയും അനുമോളുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അവിടെ അനുമോൾക്കും ജിഷിനും നല്ല വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിനകത്ത് അവരൊരു മാനദണ്ഡം അവർ പറഞ്ഞിരുന്നു. അതായത് ഇപ്പൊ ഈ ഒരു ടാസ്ക് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇത്ര കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇതൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ ഈ പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യും എന്നൊക്കെ അവർ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടിയും ജിഷിനും അനുമോളും തമ്മിലൊരു ധാരണയിൽ എത്തിയിട്ടില്ല. ജിഷിനാണെങ്കിൽ ഇത് കുഴപ്പമില്ല, ഇത് കുറച്ച് കൊടുക്കാം, അങ്ങനെയല്ല. ഇത് ബിഗ് ബോസിന്റെ ടാസ്ക് ആണ്. ഇതൊരു ഒറിജിനൽ ക്വാളിറ്റി ചെക്ക് ഒന്നും അല്ല, ഒരു ടാസ്ക് ആയിരുന്നു, അതൊരു മത്സരമാണ്. അപ്പൊ മാക്സിമം ആ ഒരു കോമ്പറ്റീഷന്റെ ഒരു പവർ കാണിക്കണം. അതുകൊണ്ട് തന്നെ അനുമോള് റിജക്ട് ചെയ്തതൊന്നും എനിക്കൊരു തെറ്റായിട്ട് തോന്നിയതേ ഇല്ല. പക്ഷേ അനീഷൊക്കെ ആ ഒരു റിജക്ട് ചെയ്ത അനുമോൾ അത് കൊള്ളില്ല, റിജക്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതിനെ അനീഷ് വളരെയധികം കൂളായിട്ട് ഇത് കുറച്ചുകൂടെ ഇങ്ങനെ നോക്ക്, അത് റിജക്ട് ചെയ്യല്ലേ, അത് അക്സെപ്റ്റ് ചെയ്യണേ എന്നൊക്കെ അനീഷ് ഭയങ്കര പോസിറ്റീവായിട്ട് അതിനെ ആ ഒരു ടാസ്ക് ആയിട്ട് കണ്ട് ടാസ്കിൽ തന്നെയാണ് അവരൊക്കെ പെരുമാറിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവരുടെ ഈ കഷ്ടപ്പെട്ട് ഇവരതത്രയും ചെയ്തതിനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന ബോട്ടിൽ കളക്ട് ചെയ്യാൻ വന്ന ഈ ബാക്കിയുള്ളവർ അത്രയും പേരും അത് നശിപ്പിക്കുന്നതും അത് മൊത്തത്തിൽ മോഷ്ടിച്ച് കൊണ്ടുപോകുന്നതും എടുത്ത് കുടിക്കുന്നതും ഇതൊക്കെയായിരുന്നു അതിൽ ഈ ഒരു ടാസ്ക് ചളവാകാനുള്ള മെയിൻ റീസൺ. അല്ലാതെ അനുമോൾ റിജക്ട് ചെയ്തത് ഒരു റീസണേ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവരത് പ്രൊട്ടക്ട് ചെയ്തില്ല എന്നുള്ളതൊരു പ്രശ്നവുമാണ്. അനുമോളും ജിഷിനും ഈ പറയുന്ന ബോട്ടിൽസ് പ്രൊട്ടക്ട് ചെയ്യണമായിരുന്നു. പിന്നെ അത് മാത്രമല്ല അനുമോൾ അവസാനം അപ്പം ആദ്യം തന്നെ നല്ല കോൺഫിഡന്റ് ആയിട്ട് തൻ്റെ റോൾ എന്താണോ അത് താൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അനുമോൾ നിന്നിട്ട് അവസാനം ഈ ഒരു ടാസ്ക് മതി നിർത്തിപ്പോകുന്ന രീതിയിൽ, പിണങ്ങിപ്പോകുന്ന രീതിയിലേക്ക് അനുമോൾ പോയി. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അനുമോൾ ശരിക്കും പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് അവസാനം വരെയും അത് ഫേസ് ചെയ്ത് നിൽക്കണമായിരുന്നു. ഇപ്പൊ ജിഷിൻ ഓരോന്ന് പറയുന്നത് കൊണ്ടും ജിഷിനുമായിട്ടൊരു കോർഡിനേഷനിൽ എത്തിക്കാൻ പറ്റാത്തത് കൊണ്ടും പിന്നെ ബാക്കിയുള്ള എല്ലാവരും അക്ബറൊക്കെ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കിയത് കൊണ്ടും പിന്നെ ആദില, എനിക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും ആദിലയുടെ ഒരു വെറും മെച്യൂരിറ്റി ഇല്ലാതെ ഈ നല്ല നാക്കാണ് ആദിലയ്ക്ക്. ആദില ഭയങ്കര ഡയലോഗാണ്. ആ ഡയലോഗിനനുസരിച്ചുള്ള പ്രവൃത്തിയോ ഭയങ്കര ഒരു കുട്ടിത്തം കാണിച്ചുകൊണ്ടാണ് പെരുമാറുന്നത്. പക്ഷെ സംസാരിക്കുമ്പോൾ ഭയങ്കര വിവരമുള്ളതൊക്കെ അഭിനയിക്കുന്നുണ്ട്. സോ എനിക്ക് ശരിക്കും തോന്നിയത് ആതിരയുടെ ഈ ഡയലോഗൊക്കെ കാണാതെ പഠിച്ചു വന്നിട്ട് ഈ പറയുന്ന പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെ നിന്ന് പറയുന്നത് പോലെ ഫീൽ ചെയ്യും. അത് ഫീൽ ചെയ്യുന്നതിന്റെ റീസൺ ഇതാണ്. പ്രവൃത്തിയിൽ വരുമ്പോൾ ഏത് നേരവും അനീഷിനെ ഇട്ട് ഇറിറ്റേറ്റ് ചെയ്യുക. അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനീഷ് ആരടുത്തും അങ്ങോട്ട് ചെന്ന് കയറാറില്ല.
ഒരു വിഷയം വരുമ്പോൾ അപ്പോൾ വെസൽ ക്ലീനിങ്ങിന്റെ കാര്യത്തിലൊക്കെ ഉണ്ടാകുന്ന വഴക്കുകളാണ് ശരിക്കും പറഞ്ഞാൽ ആദിൽ ഇവിടെ ഈ കാണിക്കുന്ന ഈ പൊട്ടത്തരം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അനീഷിനോട് അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ഏതായാലും അനീഷിന്റെ ആയിരുന്നു ഏറ്റവും കൂടുതൽ റിജക്ട് ചെയ്തത്. അനീഷിൻ്റെതാണ് ഇവരെല്ലാവരും കട്ടുകുടിച്ചത്. ഈവൻ നെവിൻ വരെ അനീഷിൻ്റെതാണ് കട്ടുകുടിച്ചത്. അത്തരത്തിലുള്ള ഒരു തെറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വെറും വൃത്തികെട്ട ഒരു ഗെയിം അവിടെ അത്രയും പേരും അനീഷിനോട് കാണിച്ചിട്ടും അനീഷ് അവിടെ ആരോടും അത് കാണിച്ചിട്ടില്ല. അങ്ങേയറ്റം ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ക്ഷമിക്കാൻ പറ്റുമോ എന്ന് തോന്നിപ്പോയി. എന്നാൽ അവസാനം അനീഷ് മനുഷ്യനായി. അതായത് ആ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്തില്ലേ, അതാ ഒരു ത്രഷോൾഡ് എത്തും. ആ ത്രഷോൾഡ് എത്തിക്കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. അങ്ങനെ പൊട്ടിത്തെറിച്ച് അനീഷ് ശരിക്കും ആ ഫേസ് വരെ മാറിപ്പോയി. ഞാൻ അനീഷിന്റെ മുഖമൊക്കെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടായിരുന്നു. നല്ല ദേഷ്യമായിരുന്നു. ദേഷ്യപ്പെട്ടാണ് എല്ലാം എടുത്ത് അടിച്ചങ്ങ് പൊട്ടിച്ച്. അത് ആ ഒരു പ്രൊമോ വന്ന സമയത്ത് തന്നെ ഞാൻ ആലോചിച്ചു എന്തോ കാര്യമായിട്ട് സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണ് അനീഷ് ഇത്രയും ട്രിഗർ ആകുന്നത് എന്ന് ഞാൻ ഉറപ്പിച്ചായിരുന്നു. പക്ഷേ അനീഷ് അങ്ങനെ അത്രയും ട്രിഗറായി ലാസ്റ്റ് മൊമെന്റ് അങ്ങനെ വന്നതിന് ശേഷം അവസാനം ഇത് അനുമോളൊക്കെ പിണങ്ങി പോയിട്ട് പിന്നെ തിരിച്ച് വീണ്ടും എല്ലാവരെയും പിടിച്ചിരുത്തിയപ്പോൾ അനീഷിന് വീണ്ടും അവസാനം പറയാ 4 എണ്ണം അനീഷിൻ്റെ അക്സെപ്റ്റ് ചെയ്യാം, നെവിൻ്റെ അത് 5 എണ്ണം അക്സെപ്റ്റ് ചെയ്യാം. അത് ഇവിടുത്തെ ന്യായമാണ്. അപ്പൊ ജിഷിനാണ് ഇത് പറയുന്നത്, അനുമോൾ അതുപോലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഇത് തിരിച്ചാക്കിക്കൂടായിരുന്നോ? നെവിന് 4 എണ്ണം അക്സെപ്റ്റ് ചെയ്യ്, അനീഷിന് 5 എണ്ണം അക്സെപ്റ്റ് ചെയ്യ്. അതെന്താ പറ്റാത്തത്? കാരണം എന്ന് വെച്ചാൽ നെവിൻ അനീഷിന്റെ ബോട്ടിൽസ് ആ ഒരു ജ്യൂസ് എടുത്ത് കുടിക്കാൻ നെവിന്റെ അടുത്ത് ആര് പറഞ്ഞു? അതൊരു ഗെയിമായിട്ട്, അതൊരു ക്ലാസിക് ഗെയിം. അടുത്ത ആഴ്ച ലാലേട്ടൻ വരുമ്പോൾ തന്നെ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ഗെയിമിനെ അതൊരു ക്ലാസിക് ഗെയിം ആയിരുന്നു. ഹോട്ടൽ ടാസ്കും ഇതുപോലെ ആയിരുന്നു. അതേപോലത്തെ ഒരു ഗെയിമിനെ കൊള്ളമാക്കി നശിപ്പിച്ചു കൊടുത്തു. അത് നെവിന്റെ കയ്യിലെ തെറ്റ്, അത് ചൂണ്ടിക്കാണിച്ചേ പറ്റൂ. അതുപോലെ ആര്യൻ ഉൾപ്പെടെ ബാക്കി എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് പിന്നെ റോൾ ഇല്ലായിരുന്നു. അവിടുത്തെ റോൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ബോട്ടിൽസ് കളക്ട് ചെയ്ത് വൃത്തിയാക്കി അത് കൊണ്ടുപോയി അത് ഈ പറയുന്ന 2 പേര് നെവിനും അനീഷും അതിൽ നിന്ന് അത് സെലക്ട് ചെയ്ത് അവരത് അടുത്ത ഒരു സ്റ്റേജ് എന്നോളം ജിഷിന്റെയും അനുമോളുടെയും അടുത്തെത്തിക്കുമ്പോൾ അവർ തീരുമാനിക്കണം ഇത് ഗുഡ് ഓർ ബാഡ്. ബാക്കി ആൾക്കാരോട് മാറി നിൽക്കണം. ആ ഗെയിമിനെ ആ ഗെയിമായിട്ട് അങ്ങനെ കാണിക്കണം. അപ്പൊ അനുമോള് എല്ലാം റിജക്ട് ചെയ്തു എന്ന് വെച്ചോ, നല്ല കാര്യം, അതിനകത്തൊരു തെറ്റും ഇല്ല. അത് മീൻസ് അനുമോൾക്ക് എന്ത് തോന്നി റിജക്ട് ചെയ്താലും ഒരു പ്രശ്നവും അല്ലായിരുന്നു. പക്ഷെ ഇത്രയും അലമ്പ് കാണിച്ച് അത് അനുമോളുടെയും ജിഷിന്റെയും വീഴ്ചയാണ്. അത്രയും അലമ്പ് കാണിച്ചു. എവിടെയെങ്കിലും നമ്മൾ ക്വാളിറ്റി ചെക്കിന് കൊണ്ടുപോകുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അനുമോളെടുത്തും അല്ലെങ്കിൽ ഈ പറയുന്ന ജിഷിന്റെ അടുത്തും അല്ലേ നമ്മൾ തർക്കിക്കാൻ പോകത്തുള്ളൂ. അതായിരുന്നു അവിടെ സംഭവിച്ചത്. ഏതായാലും ശരി, ടാസ്ക് കുളവായി, അത് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കംപ്ലീറ്റ്ലി ഈ ഒരു ചതി ഉണ്ട് എന്നൊരു ഫീല് എനിക്ക് തോന്നി. അനീഷിനെ എല്ലാവരും ഈ ഒരു തരത്തിൽ ഒറ്റപ്പെടുത്തി തന്നെയാണ് കളിക്കുന്നത്. പക്ഷേ ടാസ്കിൽ അതുകൊണ്ട് പിന്നോട്ട് പോകേണ്ടി അനീഷിന് വന്നാൽ, ഒരു ഗ്രൂപ്പ് ടാസ്ക് വരുമ്പോൾ അനീഷിന് പിന്നോട്ട് പോകേണ്ടി വന്നാലും ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ അനീഷ് എന്തായാലും സ്കോർ ചെയ്യും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് ടാസ്കിൽ അനീഷിന് കിട്ടുന്ന ചതിയും ഇത്തരത്തിലുള്ള വഞ്ചനകളും ഇത്രയും ഒരു ഫൗൾ ആയിട്ടുള്ള ഒരു പ്ലേയും ഇതെല്ലാം പ്രേക്ഷകർ എന്തായാലും കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇന്ന് അനീഷിനോട് ഭയങ്കര റെസ്പെക്ട് തോന്നി. അത് മാത്രമല്ല, ഉറങ്ങിക്കിടക്കുന്ന ഒരു ഒറ്റയാൻ ആ ഒരു പ്രൊമോ വന്നപ്പോൾ വന്നൊരു കമന്റ് ഉണ്ടായിരുന്നു, വീണ്ടും ഒറ്റയാൻ കാട് കയറി എന്ന് പറഞ്ഞിട്ട്. ശരിക്കും അതായിരുന്നു സംഭവിച്ചത്. ഇന്ന് ആ ഒറ്റയ്ക്ക് നിന്ന് അത് മത്സരിച്ച് നേടാൻ ശ്രമിച്ച അനീഷിന്റെ ഒരു വാശിയൊക്കെ ഉണ്ടല്ലോ, അത് എന്തായാലും ടോപ്പ് 5 അനീഷിനുള്ളതാണ്. അത് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. അത്രയ്ക്കും നല്ലൊരു ഗെയിമറാണ്. എനിക്ക് 100% പറയാൻ പറ്റുന്നുണ്ട്. അതിപ്പോൾ ഈ ഒരു ടാസ്കും കൂടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു അനീഷിന്റെ ഒരു ഗെയിം എന്ന് പറയുന്നത്, ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, എന്തായാലും ശരി, അടുത്ത ഇനിയും ഇത് തന്നെയാണ്, ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും. ഇനി അതെങ്ങനെയാണ് അവർ ഗെയിം കളിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡേ തന്നെ ബോർ ആക്കിയിട്ടുണ്ട്, പക്ഷെ എങ്കിലും നമുക്ക് നോക്കാം. എന്തായാലും ശരി, ഇവരുടെ ഈ ഒരു റൂട്ട് അവർ ഇനി അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. അവർ സംസാരിച്ചൊരു ധാരണയിലേക്ക് എത്തുകയാണെങ്കിൽ ചിലപ്പോൾ ബെറ്റർ ഒരു ഗെയിം നമുക്ക് നാളെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ സീരിയൽ ഗാനം ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും പറയുക. ഞാൻ പറയുന്നത് ഒരു 1 വേ ആണ്, പക്ഷെ നിങ്ങൾ അതിന് കമന്റ് ചെയ്യുമ്പോഴാണ് അതൊരു 2 വേ കമ്മ്യൂണിക്കേഷൻ ആവുക. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.